ഹലോ ഗായ്സ്, വെൽക്കം ടു വി ഗെയിംസ്. നമ്മളിന്ന് ദ കേഷ് ഡൈൽ ഗെയിം കളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് ഡൈനോ നേച്ചസ് എന്ന് പറഞ്ഞ ഡിനോസറിനാണ്. ഗ്രീൻ കളറിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇവൻ അത്യാവശ്യം സ്പീഡുണ്ട്. നമ്മളിപ്പോൾ ഹാച്ച്ലിംഗ് സ്റ്റേജാണ്. ഡോ സ്റ്റേജിൽ ഇവൻ്റെ ചാട്ടം ഇങ്ങനെ ഇരിക്കും. എന്തപ്പം നീന്താൻ അത്ര സ്പീഡില്ല. നോക്കട്ടെ, നമ്മളിങ്ങനെ ഡൈവ് ചെയ്യവന്. ഇവിടെ വെള്ളം കുറവാണ്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓടാം. നീന്തുവല്ല ചെയ്യുന്നത്, ഓടിയാൽ മതി വെള്ളത്തിൽ കൂടെ. ഇതാണ് ഇവിടുത്തെ പുല്ലിൻ്റെ ഇടയിലൊക്കെ പാത്തിരിക്കുന്നത്. ഇവിടെ ഫുഡ് കിടപ്പുണ്ട്. ഫുഡ് നമുക്ക് കഴിക്കാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഗ്രോത്ത് സ്റ്റേജ് നമ്മളിപ്പം കുഞ്ഞാണ്. നമ്മുടെ ഹെൽത്ത് 47 ഉള്ളൂ. സ്പീഡ് 1000-ൻ്റെ അവിടെ ആയി. നമുക്കിപ്പം അടുത്തൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. പറഞ്ഞോളാം, ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുക. അങ്ങനെ ഈ കളിയിലപ്പോൾ പുതിയതായിട്ട് ഇതുപോലത്തെ ചെടിയുണ്ട്. ഞാൻ നിൽക്കുന്നതിന് തൊട്ടിപ്പുറത്ത് ആ ചെടിയൊക്കെ കണ്ട് എന്ത് രസമാണ്. താമരമാണ്. നേരെ വിടാം. ഇനി വീട്ടിൽ കൂടി ആരും ഇങ്ങനെ വന്നായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ നോക്കില്ല. നമുക്ക് ഇപ്പോൾ ഹെൽത്തിന് ഡാമേജ് ഉണ്ട്. ചെറിയ റെസ്റ്റ് എടുക്കുക. ഓക്കെ, എൻ്റെ സൗണ്ട് നമ്മൾ നോക്കിയില്ലല്ലോ. സൗണ്ട് നോക്കാം. ഓക്കെ, നമ്മൾ ഹെൽത്ത് റിക്കവർ ചെയ്തു. സൗണ്ട്, ഇത് അറ്റാക്കിങ് സൗണ്ട്, ഇത് ഫ്രണ്ട്ലി സൗണ്ട്. ഓക്കെ, ബാക്കി സൗണ്ട് നോക്കാം, പിന്നെ നോക്കാം. നമ്മളിപ്പോൾ നോക്കിയത് ഇത് വേറെ ഒരു അറ്റാക്കിങ് പോലത്തെ സൗണ്ട്. നേരത്തെ കേട്ടപ്പോൾ കോളിങ് സൗണ്ടാണ്. ഇത് എന്തെങ്കിലും അപകടം വരുമ്പോൾ ശബ്ദം ഇത്. ഓക്കെ, നമുക്കിപ്പം എച്ചിലോട്ട് പോകണം. അവിടെയൊക്കെ ആണെങ്കിൽ ഫൈറ്റ്സ് കാണാം. അപ്പം നമുക്ക് നേരെ എച്ചിലോട്ട് പോകാം. നമ്മുടെ സ്റ്റാമിന കുറച്ച് നേരം നിൽക്കും, പെട്ടെന്ന് പോകത്തില്ല. ഓക്കെ, ഇവിടെ ഒരു സാധാരണ ഡൈനോസേഴ്സിനെയൊക്കെ ഈ ഏരിയ കാണുന്നത്, പക്ഷേ ഈ ഏരിയയിൽ അങ്ങനെ ഡൈനോസേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറകെ വന്നേനെ. ടൈം എടുക്കുമല്ലോ ഇവരിനി അങ്ങനെ എത്തിയെന്ന്. ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടോ? മൂണിൻ്റെ ഒക്കെ ഗ്രാഫിക്സ് ഉണ്ടോ? ഇതെന്താണ്ട് FPS കുറവാണ്. നമ്മളങ്ങനെ എച്ചിലോട്ടെത്തി. മറ്റേ സ്ഥലമാണ് ഉദ്ദേശിച്ചത്, ഇതുപോലെ സ്ഥലം. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്താറാകുന്നു. അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അതെ, എത്തിയിരിക്കുന്നത്. ഈ ഏരിയയാണ് എനിക്ക് ഇത് ഇഷ്ടമുള്ള ഏരിയയാണ്. ഇവിടെയാണെങ്കിൽ ഡൈനോസോർസ് കാണും. അതിൻ്റെ ഒപ്പം തന്നെ നല്ല നല്ല ഗ്രാഫിക്സ്. ഇവിടെ കണ്ടോ, ആ നദിയുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ അടുത്തെങ്ങാണ്ട്. നമുക്ക് അവരെ അന്വേഷിച്ച് പോവാം. നേരെ ഡൈവ് ചെയ്ത്. അയ്യോ, ഇവിടെ മണ്ടയ്ക്ക് മറ്റേ പറക്കുന്ന കിളിയൊക്കെ ഉണ്ട്. ചേടാ, നമ്മുടെ കാര്യം വല്ലാത്ത അവസ്ഥയായി പോയല്ലോ. നമുക്കാണെങ്കിൽ നീന്താൻ ഒരുമാതിരി സ്പീഡുണ്ട്, എന്നാലും അത്ര സ്പീഡില്ല. ഇതൊക്കെ മതി. നമ്മൾ ഫ്രണ്ടിൻ്റെ അടുത്തോട്ട് എത്തുവാണ്. നമ്മുടെ ഫ്രണ്ടെന്ന് വെച്ചാൽ സ്ട്രൈഗിമോലാസ് അല്ല, പോട്ടെ പാച്ചസെഫാലോസോറസ് ആണ്. എന്ത് ചെയ്യേ, അവനെ കാണാനില്ല. ഇവിടെ അടുത്ത കണ്ട എന്ത് ചെയ്യേ. അവിടെ മറ്റേ ടൈപ്പ് ഇതേ നമ്മുടെ ഫ്രണ്ട് ഈ സൈഡിൽ കളിക്കുന്ന റെഡാണ്. ഇവിടെ മുട്ടൻ ഫൈറ്റാണ്. നമുക്ക് പോകണ്ട, നമ്മുടെ കാര്യം പോയി.
ഫ്രണ്ടും പോകുന്നുണ്ട്. അപ്പോൾ അവൻ പോയാൽ നമുക്കൊരു മാതിരി ഓക്കെയാണ്. നമ്മുടെ കാര്യം പോയെന്ന് തോന്നുന്നു. ഈ ഏരിയ ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഫുൾ ഫൈറ്റ്സാ. നമുക്ക് ഈ ഏരിയ പറ്റിയ ഏരിയ അല്ല. അടുത്ത ഇവിടെ ഡേഞ്ചർ സാധനം കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോവാം. അടുത്ത് വേറെ ഒരുത്തനുണ്ടല്ലോ, നമ്മുടെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് അടുത്ത്. അവനെവിടെ? ആ അതെ, ഇതാണ് അവൻ. ഓ ഇവരൊക്കെ ഫൈറ്റിട്ട് പോയിരിക്കുക. നമുക്ക് കുഞ്ഞ് ഫൈറ്റ് എടുക്കാം. നമുക്ക് പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഏരിയ ഡേഞ്ചറസ് ആണെന്നാണ് കാണിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്റ്റാമിന ഇല്ല. അപ്പം നമുക്ക് വേറെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും വേറെ സ്റ്റാമിന പോയി, എല്ലാം പോയി. ഇച്ചിരി നേരം ഇവിടെ ഇരിക്കാം. ഇരുന്ന സ്റ്റാമിന പിന്നെ റിക്കവർ ആവും. ഓക്കെ, എണ്ണീറ്റോ എന്നിട്ട് ഓടിക്കോ. ഈ ഇപ്പോൾ ഡേഞ്ചറസ് ആണ് ഏരിയ. നമുക്ക് തൽക്കാലം ഏരിയ കിട്ടും. നമ്മുടെ പുറകെ തന്നെ നമ്മുടെ മറ്റേ ഫ്രണ്ട് എന്താ ഇത് ഫോളോ എണ്ണത്തിന് ചെയ്യുന്നു. നമുക്ക് റെസ്റ്റ് എടുക്കാം. വേണ്ട, നമ്മുടെ ഫ്രണ്ട് ഇതാ. എൻ്റെ പേരെന്താ? സിജസ് 647. എന്ത് പേരൊക്കെയാ പിന്നെ ഇവിടെ നിന്ന് പേരൊക്കെ കിട്ടിയത്. ഇവിടെ അടുത്ത് നമുക്ക് ഫുഡ് ഇപ്പോൾ ഇച്ചിരി ആവശ്യമാണ്. അടുത്ത് എവിടെയെങ്കിലും ഫുഡുണ്ടോ? ഫുഡൊന്നും കാണിക്കുന്നില്ല. അവിടെ ഫുഡുണ്ട്. നമുക്ക് എണ്ണീറ്റിട്ട് അങ്ങോട്ട് പോവാം. എണ്ണിക്ക് ഓട്. അവിടെ ഫൈറ്റിൻ്റെ ഇടയ്ക്കാണോ ഫുഡൊക്കെ? എന്നാൽ നമ്മുടെ ആരും പോകാൻ തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ട്. അയ്യോ സാരില്ല. ഇങ്ങനെ നമ്മൾ പോകുന്നു. അയ്യോ ഇവിടെ ഈ ഡിനോസറൊക്കെ ഉണ്ടോ? നമ്മളെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും. ഇനി നമ്മൾ നോക്കണ്ട, നമ്മൾ എന്തായാലും ഡെഡാവും. നമ്മളെ കാര്യം ഇപ്പോൾ ഒരുമാതിരിയൊക്കെ. അല്ല, ഇതൊക്കെ വേറെ ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ പിങ്ങ് വരാൻ തോന്നുന്നു. എന്തോ ഇവിടെയൊക്കെ ഇങ്ങനെ പിങ്ങ് 59. നമുക്കിവിടെ അടുത്ത് ആരും ഇല്ലേ? നമുക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോയാലോ? അല്ല, ഫ്രണ്ട്സ് കിട്ടും. നമുക്ക് സ്പെല്ലിങ് അവിടെയാണ് ഫുഡ് കിടക്കുന്നത്. ഓടിപ്പോയി പിടി. ഫുഡൊക്കെ അവിടെയാണ്. നമ്മൾ വണ്ടിയാണ്. നമുക്ക് ഫുഡ് കിട്ടുന്നുണ്ട്. ഈ ഡിനോസർ അറിയുന്നില്ല. നമുക്കിന്ന് ഓടാം. ഓട്. നമുക്ക് ഇച്ചിരി ഡാമേജ് കിട്ടി. നമ്മളിപ്പോൾ ചാവുന്ന പറഞ്ഞാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ എന്തായാലും രക്ഷപ്പെടാം. ഇവിടെ ഡേഞ്ചറാണ് ഫുള്ള്. ഏരിയൊക്കെ നമുക്ക് ഡേഞ്ചറസ് ആണ്. പെട്ടെന്ന് ഇവിടെ നിന്ന് അയ്യോ കോൾട്ടസ്. എന്തായാലും നമ്മുടെ കാര്യം ഇന്ന് പോയെന്നറിയാം. ഇവിടെ ഹൈഡ് ചെയ്യാൻ വല്ല നമ്മളുണ്ട്. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് ചത്തു. നമുക്കിനി വേറെ ഡിനോസറിനെ എടുക്കാം. നമുക്ക് ഇവരെ എടുക്കാം, വെൽസിറാപ്റ്റർ. ഇവന് നീന്താനും സ്പീഡുണ്ട്, ഓടാനും സ്പീഡുണ്ട്, പിന്നെ നല്ല ഉയരത്തിൽ ചാടാനും പറ്റും. ഇവനെ എടുക്കാം. ഇത് ഒരു അത്യാവശ്യത്തിന് ലോങ് വീഡിയോ ആണ്. ഇവിടെ അടുത്ത് ഫുഡിൻ്റെ സോഴ്സ് വല്ലതും ഉണ്ട്. അവിടെ ആയിരിക്കും ഫൈറ്റ് കൂടുതൽ കാണുന്നതാണ് എൻ്റെ അറിവ്. അവിടെ എന്താണ്ടുണ്ട്. നമുക്ക് നേരെ പോവാം. അടുത്ത ഫ്രണ്ട്സിനെ ഒന്നും കാണല്ലേ. നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയത്. ഇവിടെ പാളാതെ ഇരുന്നാൽ മതി. ഓക്കെ, ഇവൻ്റെ പ്രത്യേകത ഈ ചാട്ടം എനിക്കിഷ്ടം. അപ്പോൾ ചാടി മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ശബ്ദം നോക്കട്ടെ. ഇവൻ്റെ അറ്റാക്കിങ് സൗണ്ട് ഇല്ലേ ഇവന്? ചേടാ, എൻ്റെ സൗണ്ട് എവിടെ പോയി? ഓക്കെ, ഇവന് സൗണ്ട് ഇല്ലേ? സൗണ്ട് പറ്റി. സൗണ്ടിന് എന്നാണ്ട് പ്രോബ്ലം ആരെയുണ്ടെന്ന്. ഓക്കെ, നമുക്ക് പിന്നെ അങ്ങോട്ട് പോവാം. ഓക്കെ, ഇവിടെ ഫുഡ് കിടപ്പുണ്ട്. ഇങ്ങോട്ട് പോവാം.
ഓക്കെ ഈറ്റ് ഫുഡ്. ഇതിനാ ഒന്നും ആകാത്ത, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇടയ്ക്ക് നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ല. നമുക്ക് ഇപ്പോൾ ഒരു തൽക്കാലം ഒരു സ്ഥലത്തേക്ക് പോവാം. നമ്മളിപ്പോൾ തൽക്കാലം വാട്ടർ ഏരിയ ആണ്. ഇവിടെ നല്ല സോഴ്സ് ഉള്ള ഏരിയയാണ്. ഇതിപ്പം നേരെ നമുക്ക് വാട്ടറിലോട്ട് ചാടിയാലോ. ഇവൻ്റെ സ്പീഡ് കാണിച്ചില്ല വാട്ടറിലെ. ഇവന് അങ്ങോട്ട് കുറച്ചും കൂടി ഇറങ്ങട്ടെ സ്പീഡ്. ഇവൻ്റെ സ്വിമ്മിങ് സ്പീഡെന്ന് വെച്ചാൽ ഇതെന്താ ഇങ്ങനെ. ഓക്കെ, ഇവൻ്റെ സ്വിമ്മിങ് സ്പീഡ് ഇത്ര സ്പീഡുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത ഡിനോസറിനെക്കാളും അത്യാവശ്യം സ്പീഡുണ്ട്. ഇതാണ് ഇവൻ്റെ പ്രത്യേകത. പിന്നെ റണ്ണിങ് സ്പീഡ്, അയ്യോ സെർവർ റീസ്റ്റാർട്ടായി. സാരമില്ല, നമുക്കിനിയും പിന്നെയും കളിക്കാം. നമുക്ക് തൽക്കാലം ഇവനാണ് ഈ കളിയിൽ ഏറ്റവും സ്പീഡുള്ള ഡിനോസർ. ഇവനെ എടുക്കാം. ഇങ്ങനെ മറ്റേ ഹെൽത്ത് മാത്രം കുറവാണേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവനെ തൽക്കാലം എടുക്കാം. ഇറങ്ങിയ സമയത്ത് തന്നെ ഇവിടെ ഫൈറ്റ് ആണെന്ന്. അയ്യോ വെള്ളത്തിൽ പോലെ. ഇവന് വെള്ളത്തിൽ തീരെ സ്പീഡില്ല. അനങ്ങി പോകത്തുള്ളൂ ഇവന്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ രക്ഷപ്പെട്ട് പോന്നിരിക്കുന്നു. അതിൻ്റെ മുമ്പ് നമ്മളടുത്ത ഡിനോസറുകൾ കൊല്ലാൻ പോകുന്നു. കാരണം ഇവന്മാരുടെ അടുത്തോട്ടൊക്കെ തന്നെ ഇവന്മാർ വിടത്തില്ല. അതുകൊണ്ടാണ് ഇവനെ ചിരിച്ച് കാണിക്കുന്നത്. നമുക്ക് സ്റ്റിക്കർ ഇടുന്നത്. ഇവിടെ കള്ള ഇതുപോലത്തെ ഡിനോസറൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഞാൻ അറിയാഞ്ഞത്. നമ്മൾ ഡിനോസർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അവനത് ചെടിയുടെ പുറകിൽ മറന്നിരിക്കുന്നു. അവനങ്ങനെ കണ്ട നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. അല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ നമ്മുടെ കാര്യം കഴിയും. ഇവരുടെ ചാട്ടം എങ്ങനെ നോക്കട്ടെ. സൂ. അത്രയും വലിയ ചാട്ടമില്ല. ഒരു ശബ്ദം. ഇതാണ്. പിന്നെ ഫ്രണ്ട്ലി ശബ്ദം, നേരത്തെ അറ്റാക്കിങ്. ഓക്കെ, പിന്നെ കോളിംഗ് ശബ്ദം. ഓക്കെ, ഈ സമയം നമ്മളെ മറ്റുള്ള ഡിനോസർ ആക്രമിക്കത്തല്ലേ ഉള്ളൂ. നമുക്ക് തൽക്കാലം ചാകാൻ തന്നെ ഇങ്ങോട്ട് പോവാം. ഓക്കെ, ഡിലോ ആണ് മെയിൻ സാധനം. ഓക്കെ, അതായത് ഇവിടെ ഒരു ബാരോണിക്സ് നിൽക്കുന്നു. ബാരോണിക്സും കാർണയും ഒരു പവർഫുൾ ഡിനോസർ ടീമാണെന്ന് തോന്നി. ഇവിടെ നമുക്ക് എന്തായാലും ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് കൂടാനാണ്, വേറെ വഴിയില്ല. നമ്മളുടെ അടുത്ത് പിടിച്ചേക്കും. നമ്മുടെ അയ്യോ ഇവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ നിന്ന് മുങ്ങാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓടുന്നു. ഇവൻ്റെ സ്പീഡാണല്ലോ, ഇതാണ് ഇവൻ്റെ പ്രത്യേകത. ഇവൻ്റെ സ്പീഡാണ് ഹൈ സ്പീഡ്. നമ്മളിപ്പോൾ ഗ്രോത്ത് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. നമ്മൾ നേരത്തെ ഒരു ഡിനോസറിൻ്റെ ഗ്രോത്ത് അങ്ങനെ നോക്കിയിട്ടില്ലായിരുന്നു. ഗ്രോത്ത് നമ്മളിപ്പോൾ ഒരു ഇച്ചിരി ഗ്രോത്ത് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ ആ സ്ഥലത്തോട്ട് പോവാം. നമുക്കിവിടെ സെൻസ് ചെയ്യാം. നമുക്കിവിടെ അടുത്ത് ഫുഡുമില്ല. ഇവിടെ അടുത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഓക്കെ, ഇവിടെ നല്ല ഏരിയ ആണെന്ന് തോന്നുന്നു. നമുക്കിവിടെ നെക്സ്റ്റ് വെക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട്. നെക്സ്റ്റ് പറ്റത്തില്ല, ഒരു ഡിനോസറിൻ്റെ റേസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെള്ളത്തിൽ എങ്ങനെ വീണാൽ കഴിഞ്ഞു. കാരണം ഇവൻ തീരെ സ്പീഡില്ല വെള്ളത്തിൽ നിന്നതിന്. ഇവൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇവൻ്റെ പേര് കോയിലോഫിസിസ് എന്നാണ് ഇവൻ്റെ പേര്. നമ്മളിപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെത്തി. അപ്പം ഇവിടെ ഇവൻ്റെ ചാട്ടത്തിൽ അങ്ങനെ നമ്മളിങ്ങനെ ചാടി ഓടും. അപ്പം നമ്മളിങ്ങനെ ഓടി നമ്മുടെ സ്പീഡാണ് എനിക്ക് ഇവനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യം. നമ്മൾ അതുകൊണ്ടാണ് ഇവനെ എടുത്തത്. ഇനിയും നമ്മൾ പിന്നെയും ചത്താൽ നമ്മൾ മറ്റേ ഒട്ടപ്പക്ഷിൻ്റെ മാതിരി ഇരിക്കുന്ന ഡിനോസറിനെ എടുക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് സ്റ്റാമിന ഇല്ല. ഓടി സ്റ്റാമിന കുറഞ്ഞു. ഇനിയും നമുക്ക് സ്റ്റാമിന ഫുള്ളാക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ സ്റ്റാമിന ഫുള്ളാക്കാം. ഇപ്പം നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ആവശ്യത്തിന് സ്റ്റാമിനയായി. ഇപ്പം നമ്മൾ ഈ ഏരിയയാണ് നമ്മുടെ താവളമാക്കി എടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ താവളമാക്കി ഏരിയ എടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ഏരിയ വന്ന് ഒളിച്ച് നിൽക്കും. നമുക്ക് നേരത്തെ കണ്ട ടീമിൻ്റെ അടുത്തോട്ട് പോവാം. ഇവിടെ വേറെ നല്ല ഒന്നാന്തരം അടി നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ
ഇവിടെ കാരണം ഒക്കെ ഉണ്ട്. നമുക്ക് തിരിച്ച് കാണിക്കാം എന്നത്തിനാണ് വന്നതെന്ന് അവൻ ചോദിച്ചിട്ടുണ്ട്. വെറുതെ വന്നതെന്ന് കാണിക്കാം. അവൻ്റെ ടീമിനാന്ന് പറയാം. നമുക്ക് നമ്മൾ ആവശ്യത്തിന് വലിപ്പമായി. അപ്പുറത്ത് വേറെ ഡിനോസറൊക്കെ ഉണ്ട്. വേറെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടി. അയ്യോ അയ്യോ വെള്ളത്തിൽ പോലെ അയ്യോ വെള്ളത്തിൽ നമ്മൾ പോയത് ഭയങ്കര സ്പീഡ് കുറവാണ് വെള്ളത്തിൽ. നമ്മൾ മറ്റൊരു ഡിനോസർ ഒന്ന് അറ്റാക്ക് ചെയ്ത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു.